الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ കൽപ്പന പോലെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ കൈവിടാതെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ദീനായ ഇസ്ലാം അത് സമ്പൂർണവും ഒരു വിധത്തിലുള്ള മാറ്റിത്തിരുത്തലുകൾക്കും ആവശ്യമില്ലാത്ത നിലയിൽ കൃത്യമായ സീൽ ചെയ്യപ്പെട്ട ദീനുമാണ്. അതിലുള്ളതെല്ലാം കൽപ്പനകൾ അനുസരിക്കേണ്ടതും നിരോധനകൾ ഉപേക്ഷിക്കേണ്ടതുമാണ്. നമ്മുടെ വിശ്വാസത്തിന് കളങ്കം ഉണ്ടാകുന്ന നിലയിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ ആശംസകൾ നേരലോ അടക്കം എങ്ങനെയെല്ലാം ആയിരിക്കണമെന്ന് നമ്മെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു വിധത്തിലുള്ള സംസാരവും പ്രവൃത്തിയും വിശ്വാസവും നമ്മിൽ നിന്നും ഉണ്ടായിക്കൂടാ. അന്യമതസ്ഥരായ ആളുകളുടെ ആഘോഷ ദിനങ്ങൾക്ക് അവർ പരസ്പരം ആശംസകൾ കൈമാറും പോലെ മുസ്ലിങ്ങളാകുന്ന നമുക്ക് ആശംസകൾ കൈമാറാനേ പാടില്ല. കാരണം ദീൻ എന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും ആ ഏകത്വത്തിൻ്റെ സമ്പൂർണതയിലും മാത്രമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വരുന്ന നിലയിലുള്ളതൊന്നും അള്ളാഹു അനുവദിക്കുകയില്ല, സമ്മതിക്കുകയില്ല.
അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരായ ഒന്നും, മൊബൈലിലൂടെയുള്ള ഷെയറിംഗ് ആണെങ്കിലും പരസ്പരം കാണുമ്പോഴുള്ള ഏതെങ്കിലും നിലയിലുള്ള ആശംസകളാണെങ്കിലും ദീൻ പഠിപ്പിക്കപ്പെട്ടതാണോ എന്ന് നാം അറിയുകയും അതനുസരിച്ച് മാത്രം നാം മുന്നോട്ട് പോവുകയും വേണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ആണ് നാം ഉള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നാം വളരെയധികം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. കാരണം ഡിസംബർ 25-മായും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന പുതുവർഷ പുലരിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ലോകം ആസകലം നടക്കാൻ പോകുന്ന ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പല വിധത്തിലുള്ള നടപടികളും മുൻ വർഷങ്ങളിൽ മിക്ക വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഭൂമി കുലുക്കമായും വെള്ളം അടിച്ച് കയറലായും ക്ലബ്ബുകളിലുള്ള ആഭാസങ്ങൾ മുഖേനയുള്ള തീപിടുത്തമായും കടപ്പുറങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ആളുകൾ ഒരുമിച്ചുകൂടിയുള്ള സൃഷ്ടാവിനെതിരായുള്ള പ്രവർത്തനങ്ങളാലുമെല്ലാം ഒരുപാട് അത്യാഹിതങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മനുഷ്യനൊരു പാഠമാക്കുകയോ അതിൽ നിന്നും മടങ്ങുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് ഇല്ല. അതുകൊണ്ട് വിശ്വാസികളാകുന്ന നമ്മുടെ ഉത്തരവാദിത്വം നാം കൃത്യമായും മനസ്സിലാക്കുകയും അവകളിലേക്കൊന്നും ഒരു കാരണവശാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം ഇപ്പോഴല്ല, ആദരണീയ മാസം കടന്നു വരുമ്പോഴാണ്, മുഹറത്തിലാണ്. അതിന് പ്രത്യേകിച്ചു ഈ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. ഇസ്ലാം പഠിപ്പിച്ചത് അനുഗ്രഹീത നോമ്പ് കൊണ്ടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 9ഉം 10ഉമുള്ള നോമ്പും 1 മുതൽ തുടങ്ങുന്ന നോമ്പുകളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലാതെ കരിമരുന്ന് കൊണ്ടുള്ള പ്രയോഗങ്ങളോ ലഹരി ഉപയോഗിക്കൽ കൊണ്ടുള്ളതോ വിവസ്ത്രരായിക്കൊണ്ടുള്ള അഴിഞ്ഞാട്ടം ഒന്നും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ലോകത്തിൻ്റെ അവസാനത്തിനുള്ള സമയവും സന്ദർഭവും ഒക്കെ ആയി. 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഇഖ്തറബത്തിസ്സാഅ വൻശഖൽ ഖമർ. അതിനുശേഷം പിന്നീടും 10,500ഓളം വർഷങ്ങൾ കഴിഞ്ഞു. നാം വിചാരിക്കുന്നുണ്ടാകും അപ്പോൾ ഇനിയും വർഷങ്ങൾ യഥേഷ്ടം കിടക്കുന്നു. അന്ന് ചന്ദ്രൻ പൊട്ടിപ്പിളർന്നു, സൂര്യൻ അടുത്തു, അല്ലെങ്കിൽ ഖിയാമം അടുത്തു എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷവും എത്രയോ 100 കണക്കിന് വർഷങ്ങളായി എന്നൊക്കെ നാം വിചാരിക്കുന്നുണ്ടാവും. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നത് നാം മനസ്സിലാക്കുന്ന ഈ ഒരു ദിവസമല്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഖിയാമം അടുത്തു എന്നും അതിൻ്റെ അടയാളമായി ചന്ദ്രൻ പിളർന്നു എന്നും പറയുന്ന അടയാളം പറഞ്ഞതിന് ശേഷം ഇനി ഏത് സമയവും ഇതേപോലെയുള്ള ഒരു അനുഗ്രഹീത വെള്ളിയാഴ്ച ലോകത്തിൻ്റെ അന്ത്യം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള അടയാളങ്ങളെല്ലാം ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുള്ളതിൽ ബഹുഭൂരിഭാഗവും വന്നു. ഇനി വളരെ കുറച്ച് അടയാളങ്ങൾ മാത്രമാണുള്ളത്. ദജ്ജാൽ വരിക, ദാബത്തുൽ അർദ് വരിക, ഇമാം മഹദി വരിക, റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരിക, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, ഇങ്ങനെയുള്ള
വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളല്ലാത്തതെല്ലാം വ്യാപകമായി. അതുകൊണ്ട് ഏത് സമയവും നാം നമ്മുടെ അന്ത്യവും ഈ ഭൂമിയുടെ അന്ത്യവും പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല മുസ്ലിങ്ങളായി മുവഹിദുകളായി കണ്ടുമുട്ടുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നാം എടുത്തേ പറ്റൂ. ഇല്ലാത്ത ഒരു നിലപാടിലാണ് നാം ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വ ഖാലൽ ഇൻസാനു മാലഹ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയും അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് എറിയുകയും മനുഷ്യൻ ചോദിക്കുകയും ചെയ്യും, ഈ ഭൂമിക്കെന്ത് സംഭവിച്ചു എന്ന്. ഇതുവരെയും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ താമസിച്ചു കൊണ്ടിരുന്ന പ്രദേശങ്ങൾ കിടുകിട വിറയ്ക്കുകയും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ വീടുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കൃഷികളും റോഡുകളും എല്ലാം തകർന്ന് തരിപ്പണമായി. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ വൈദൽ അർദു മുദ്ദത്ത്, ഭൂമിയെ നീട്ടി പരത്തുന്ന ഒരു ദിവസം. അൽ-ഫാത്തിഹയിൽ നാം നിത്യം ഓതുന്ന മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്ന അബസയിൽ അള്ളാഹു പറഞ്ഞ ദിവസം, മനുഷ്യൻ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പോകുന്ന ദിവസം. ഹജ്ജിന്റെ ആദ്യ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്ന അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അദീം, ജനങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും പടച്ചോന്റെ കൽപ്പനകൾ അനുസരിച്ചേ നിങ്ങൾ ജീവിക്കാവൂ. ഇല്ലെങ്കിൽ ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അദീം, ഖിയാമം, ഭൂമി ആസകലം കിടുകിട വിറപ്പിച്ച് ഭൂമിയുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ദിവസം. ശൈഉൻ അദീം, അത് ഭീമാകാരമായ ഒരു സംഭവമാണ്. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമേ അല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തൽക്കൽ അർദു അഫ്ലാദ കബദിഹ അംസാലൽ ജിബാൽ അംസാലൽ ഉസ്തുവാന, തൂണുകൾ കണക്കെ ഭീമാകാരങ്ങളായ വസ്തുക്കളെ ഭൂമി അതിൻ്റെ ഉള്ളിൽ നിന്നും വലിച്ചെറിയും. മിനദ്ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ചെമ്പും ഇരുമ്പും മറ്റു ഇതര ഖനിജങ്ങളെല്ലാം. ഫയജീഉൽ ഖാതിൽ, അപ്പോൾ മനുഷ്യരെ അക്രമമായി കൊന്നവൻ വരും. അവൻ പറയും ഫീഹാദ ഖതൽതു, ഈ സ്വർണത്തിന് വേണ്ടിയും വെള്ളിക്കു വേണ്ടിയും ഈ ഇരുമ്പിനു വേണ്ടിയും ഈ ഖനിജങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാൻ കൊലപാതകി ആയത്. വൽ ഖാതിഉ, കുടുംബബന്ധം മുറിച്ചവൻ വരും ഫീ ഖതഅതു, ഈ സമ്പത്തിനു വേണ്ടിയാണ് ഞാൻ കുടുംബബന്ധം മുറിച്ച് ജീവിച്ചത്. വസാരിഖു, കള്ളൻ വന്നു പറയും ഫീഹാദാ ഖുതിഅത് യദയ്യ, ഈ സ്വർണവും വെള്ളിയും ഈ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ധനത്തിന് വേണ്ടിയാണ് എൻ്റെ കൈ മുറിക്കപ്പെട്ടത്. സുമ്മ യദ്ഊനഹു ഫലാ യഖുദൂന മിൻഹു ശൈഅ, എന്നിട്ട് ഈ സ്വർണവും വെള്ളിയും എല്ലാം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിനെ ഒരാൾ പോലും എടുക്കാതെ ഉപേക്ഷിക്കുന്ന ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് സമയവും സംഭവിക്കാം. പ്രത്യേകിച്ച് അടയാളങ്ങളെല്ലാം തന്നെ വന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ ഖിയാമം സംഭവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അത് നാം കൂടുതൽ പ്രതീക്ഷിക്കാം, നനച്ചിരിക്കാതെ തന്നെ. വെള്ളത്തിൻ്റെ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, കടയിൽ ചെന്ന് തുണി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒട്ടകത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കാം ഈ സംഗതികൾ സംഭവിക്കുക. ഇതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മതിമറന്ന് ഭൗതികവാദികളെപ്പോലെയും അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരോട് ഒട്ടിച്ചേർന്ന് അവരുടെ കാര്യങ്ങളിലെല്ലാം നിൽക്കുകയല്ല നാം വേണ്ടത്. ഇവകളെ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും തുടർന്ന്
അടുത്ത ഒരു ജീവിതത്തിനു വേണ്ടി വിശ്വാസികളെ നാം തയ്യാറെടുക്കുകയും വേണം. ആ സായത്തിൻ്റെ ദിവസം അള്ളാഹു പറയുന്നു, പാല് കൊടുക്കുന്ന തള്ളമാർ കുട്ടികളെ ഉപേക്ഷിക്കും. ഗർഭിണികളായ വസ്തുക്കൾ, ജീവികളാകട്ടെ മനുഷ്യരാകട്ടെ, അവരറിയാതെ തന്നെ അത് പ്രസവിച്ചു പോകും. ആളുകൾ മസ്തന്മാരായി ലഹരി ബാധിച്ചവരെ പോലെ അങ്ങുമിങ്ങും അന്താളം വിട്ട് നടക്കുന്നതിന് കാണാം പ്രവാചകരെ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്. എന്താണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നെട്ടോട്ടം ഓടുകയാണ്. ഒരു സ്ഥലത്തും നിൽക്കാനോ ഇരിക്കാനോ ഒരാളോടൊന്നൊരു ആശയവിനിമയം കൈമാറാനോ സാധിക്കുന്നില്ല. അത്ര കണ്ട് ഭീമാകാരമായ ഒരു രംഗവും ഒരു ദിവസവുമാണ് സാഅത്ത്. വെറുതെ ഓതിപ്പോകാനല്ല. ഇദാ സുൽസിലത്തും ഇദസ്സമാവും ഷഖത്തും ഇദസ്സമാവും ഫതറത്തും ഇദശംസു കുവ്വിറത്തും ഒക്കെ അള്ളാഹു നമ്മിലേക്ക് അവതരിപ്പിച്ചത്. സൂര്യൻ ചുരുട്ടിയെറിയുമ്പോൾ, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുമ്പോൾ, സമുദ്രങ്ങൾ വെള്ളത്തിൻ്റെ സ്ഥിതി മാറി ആളിക്കത്താൻ തുടങ്ങുമ്പോൾ, അത് കരയിലേക്ക് കയറി ഒഴുകുമ്പോൾ, വന്യമൃഗങ്ങൾ കാടുകളിൽ നിന്നും നാടുകളിലേക്ക് എന്തെന്നില്ലാതെ ബഹളി പിടിച്ചോടി വരുമ്പോൾ, നാടുകളിൽ താമസിക്കുന്ന മനുഷ്യന്മാർ ഇനി എന്തു ചെയ്യും? വഖാലൽ ഇൻസാനു മാലഹ. മനുഷ്യൻ പറയുമെന്ന് ഈ ഭൂമിക്കെന്തു പറ്റിയെന്ന്. ഇത് വെറുതെ ഒരു പൊയ്ക്കിനാവ് പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വിശ്വാസികൾക്ക് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹു ഇതൊന്നും നീ ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നാളെ അള്ളാഹുവിനോട് പറയാൻ നമുക്ക് അവസരം ഇല്ലാത്ത നിലയിൽ അള്ളാഹു നമ്മെ ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നമ്മളൊക്കെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നിവരായിട്ട് പോലും നമ്മുടെ ഈ നിസ്കാരവും നോമ്പും നമ്മുടെ സക്കാത്തും ഹജ്ജും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകുന്ന നിലയിലുള്ള പ്രവർത്തികളും വാക്കുകളും ആശംസകൾ കൈമാറലടക്കം നമ്മുടെ മൊബൈലുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വാക്കുകളിൽ നമുക്കത് കേൾക്കാൻ കഴിയും. കൃത്യം നിസ്കരിക്കുന്നവർ തന്നെ, പള്ളിയുമായി അഭേദ്യമായ ബന്ധമുള്ളവർ തന്നെ, ഖുർആനിൻ്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർ തന്നെ ഇസ്ലാമിൻ്റെ തൊലിപ്പുറത്തുള്ള ഒന്നേ അവർ ഇസ്ലാമായി നിലവിൽ ഇതേവരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്തൊരു വസ്തുവിൻ്റെയും പുറമല്ല ആവശ്യം, അതിൻ്റെ ഉള്ളായിരിക്കണം യാഥാർത്ഥ്യം ആയിരിക്കേണ്ടത്. ഏതൊരാൾക്കും മജ്ജയുണ്ടെങ്കിലേ അവന് നിൽക്കാനും നടക്കാനും നേരായ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കും കഴിയൂ. നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലൂടെയുള്ള മജ്ജയ്ക്ക് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, അസ്വസ്ഥര, വേദന കൊണ്ട് നാം പൊളയുകയാണ്. കാലും കൈയും ഇട്ട് അടിക്കുന്നു, തല്ലുന്നു. എന്തു മരുന്നിനി ഉണ്ട് എന്ന് നാം അന്വേഷിക്കുന്നു. പക്ഷെ നമ്മുടെ ഈമാനിന് അതിൻ്റെ മജ്ജയ്ക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നാം ഭൗതികവാദികളായി മിക്ക മേഖലകളിലും നാം മാറി. അള്ളാഹുവോ റസൂലോ ഖുർആനോ സുന്നത്തോ നമുക്ക് ആവശ്യമേ ഇല്ല. അത് നാം നമ്മുടെ വെറും പുറം പൂച്ചു മാത്രമായി അതിനെ നാം കൊണ്ടു നടക്കുന്നു. പുറത്ത് പറയുമ്പോൾ നാം ഒക്കെ മുസ്ലിങ്ങളാണ്. ഉള്ളിൽ പല കാര്യങ്ങളിലും നാം ബന്ധപ്പെടുമ്പോൾ ഇസ്ലാമുമായി നമുക്ക്, അതിൻ്റെ വിശ്വാസവുമായി, അതിൻ്റെ പ്രവർത്തനവുമായി നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മിൽ ബഹുഭൂരിഭാഗവും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആധുനിക ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കളെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി. അതിന് ദീനിന് കേടുവരാത്ത നിലയിൽ
എങ്ങനെയാണ് ദീനിൻ്റെ അഹ്കാമുകളും അതിൻ്റെ വിശ്വാസങ്ങളും ഉണ്ടാകേണ്ടതെന്ന് നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം നാം കൊടുത്തില്ല, അവരെ നാം പഠിപ്പിച്ചില്ല, അവർക്കത് അറിയുകയുമില്ല. അവരിതെല്ലാം നിസ്സാരവൽക്കരിച്ചു. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഏത് സമയവും നമുക്ക് പോകേണ്ടവരാണ്. ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്കെതിരിലായി നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ തൊലികൾ ഒക്കെ നമുക്കെതിരിലായി സാക്ഷി നിൽക്കും. വഖാലു ലിജുലൂദിഹിം, നാം നമ്മുടെ തൊലികളോട് പറയും, ലിമ ശഹിദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞത്? ഖാലു, അവര് പറയും, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, സംസാരിക്കാൻ അവസരം നൽകിയ, സംസാരശേഷി നൽകിയ അള്ളാഹു തൊലികളാകുന്ന ഞങ്ങൾക്കും സംസാരം നൽകി. അതുകൊണ്ട് ഞങ്ങളോട് റബ്ബ് സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്കെതിരിൽ ഞങ്ങളെ ഉപയോഗിച്ച്, അഥവാ ഈ കാഴ്ചയും ഈ കേൾവിയും ഈ തൊലിയും ഈ കൈകാലുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളും അക്രമങ്ങളും റബ്ബിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ നിരപരാധിത്വം പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നമുക്കെതിരിലായി വരുന്ന ഒരു ദിവസം നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഈ ഭൗതികവാദികൾ ആരും ഈ സമ്പത്തും ഇവിടെയുള്ള പ്രതാപങ്ങളും ഇവിടെയുള്ള അധികാരങ്ങളും ഒരു ശുപാർശയും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കുകയേ ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ നൽകുന്ന ശുപാർശ ഒഴികെ, അത് തന്നെ റബ്ബ് അനുവാദം കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർക്കും അതിനും അധികാരമുള്ളൂ. അവർക്ക് റബ്ബ് അനുവാദം കൊടുക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരാളിനെ ശുപാർശ ചെയ്യാനും അവർക്ക് അള്ളാഹു അനുവാദം കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾക്കും എൻ്റെ മകൻ വലിയ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ വലിയ കോടീശ്വരനാണ്, ഞാൻ കോടീശ്വരനാണ്, ഞാൻ ഇവിടുത്തെ പ്രതാപിയാണ്, വലിയ വീട്ടുകാരനാണ് എന്നൊന്നും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഉപകാരവും നമുക്ക് ചെയ്യാനേ സാധ്യമല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അള്ളാഹു ഇതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചതിൽ നാം ഒതുങ്ങി നിൽക്കുക. അതിനപ്പുറത്തേക്ക് മനുഷ്യ സൗഹാർദ്ദം എന്നല്ലാതെ മതത്തിനെ വേറൊന്നിലേക്ക് കൂട്ടിക്കുഴച്ച് കലർത്തി അവിയൽ രൂപത്തിലും സാമ്പാർ രൂപത്തിലുമായുള്ള ഒരു കറിയല്ല ദീൻ എന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. നിഷ്കളങ്കമായി ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു കലർപ്പുമില്ലാതെ, റബ്ബിൻ്റെ കൽപ്പനകൾ അല്ലാതെ വേറൊന്നും അള്ളാഹു സ്വീകരിക്കുകയേയില്ല. ദീനല്ലാത്ത എന്തെങ്കിലും ഒന്നിനെ ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവനിൽ നിന്നും അത് സ്വീകരിക്കുകയേ ഇല്ല. ആഖിറത്തിൽ അവൻ നഷ്ടപ്പെട്ടവനായിരിക്കും. അല്ലയോ വിശ്വസിച്ചവരെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളാകണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാച് നിങ്ങൾക്ക് പലതും ഉപദേശിച്ച് തരും, അതിനോടൊന്നും നിങ്ങൾ തുടരരുത്. അലം അഅ്ഹദിലേക്കും യാ ബനി ആദം, മനുഷ്യന്റെ മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അല്ലാ തഅ്ബുദു ശൈത്താൻ, പിശാചിന് നിങ്ങൾ കീഴൊതുങ്ങരുത് എന്ന്? അവൻ നിങ്ങളുടെ ജന്മശത്രുവാണെന്നും നിങ്ങൾക്ക് ഞാൻ ഉപദേശങ്ങൾ നൽകിയിട്ടില്ലായിരുന്നോ എന്ന് അള്ളാഹു നമ്മളോട് ഓരോ ഷെയറിങ്ങിനും ചോദിക്കും.
ഓരോ ആശംസകൾ കൈമാറലിനും ചോദിക്കും. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെയ്തു കൊടുത്ത സഹായത്തിനും അള്ളാഹു നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ദീൻ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പുലർത്താനും അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ചെറിയ ഒരു വസ്തുവല്ല നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട നമ്മുടെ കാര്യങ്ങളും. മറ്റാളുകൾക്ക് എന്തും ചെയ്യാം, അവർക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. കാരണം അതൊന്നും അവർക്കറിയില്ല. ഇതിലേക്ക് കടന്നു വന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ മുഅ്മിനിന് ഇതൊരു ജയിൽ പോലെയാണ് എന്ന് റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നോക്കുന്നതിനും ഇരിക്കുന്നതിനും കൊടുക്കുന്നതിനും പിടിക്കുന്നതിനും ചിരിക്കുന്നതിനും ഒക്കെ അവന് നിയമങ്ങളുണ്ട്. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. അള്ളാഹുവിനെ അനുസരിക്കാത്ത തൗഹീദില്ലാത്തവർക്ക് യഥേഷ്ടം പോലെയാണ്. അവനിവിടെ സ്വർഗ തുല്യമാണ്. അവന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നാം അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ദീൻ നമുക്ക് നൽകിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഷെയറിങ്ങിലും നമ്മുടെ ചിന്തകളിലും നമുക്ക് വരാവൂ. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വഹാബികളെ പഠിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് പോകാമെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ പറയുന്നതായി കേൾക്കാനും കാണാനും കഴിഞ്ഞു. അതൊന്നും ദീനിൽപ്പെട്ടതേയല്ല. അത് ഏത് വേഷക്കാരനും ഏത് കോലക്കാരനും ആകട്ടെ, അതൊന്നും ദീനിൽപ്പെട്ടതല്ല. മനുഷ്യന്മാർ എങ്ങനെ ആയിരിക്കണം, സൗഹാർദ്ദപരമായി എങ്ങനെ ജീവിക്കണമെന്ന് ദീനിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവന് ഏഴാകാശത്തിൻ്റെ മുകളിൽ നിന്നും അവതീർണമായ നിയമങ്ങൾ അവൻ എങ്ങനെ ജീവിതത്തിൽ പുലർത്തണം എന്നതും ദീനിലുണ്ട്. അതിനെ അങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ അങ്ങുമിങ്ങും വളയ്ക്കാതെ സാമ്പാർ പരുവത്തിലോ അവിയൽ പരുവത്തിലോ ആക്കാതെ കറകളഞ്ഞ നിലയിലുള്ള കൃത്യമായ വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു നിലപാട് നാം വച്ചു പുലർത്തണം. നമ്മുടെ മക്കളെ അതിനുവേണ്ടി നാം പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി, ഈ ഭൂമി അല്ലാത്ത ഒരു അവസ്ഥയിൽ വരുന്ന ഒരു ദിവസമുണ്ട്. വസ്സമാവ, ഈ ആകാശങ്ങളും ഇന്ന് നാം ഈ കാണുന്നത് പോലെ അല്ലാതെയാകുന്ന ഒരു ദിവസമുണ്ട്. വബറസൂലില്ല, എല്ലാവരെയും അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. അൽ വാഹിദ്, അവൻ ഏകന. അൽ ഖഹാർ, എല്ലാ ഭരണാധികാരികളെയും അവൻ ഒതുക്കി അടക്കി നിർത്തുകയും ചെയ്യുന്നവനാണ്. അപ്പം അവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആർക്കും ആരോടും ഒന്നും പറയാനില്ലാത്ത അവസരം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും നന്നാക്കുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെയും അതിലേക്കാക്കുക. അള്ളാഹു എല്ലാ മുസ്ലിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. തിന്മയുടെ ആളുകളും തിന്മയുടെ പ്രവർത്തികളും വ്യാപകമായ ഈ കാലഘട്ടത്തിൽ പിശാചിൻ്റെ അഹലുകാരിൽ നിന്നും ഈ ദുനിയാവിൻ്റെ മക്കളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സൂറ ഹദീദിൻ്റെ 16 നമ്മോട് ചോദിക്കുക, അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയം ഇനിയും ആയില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അവനെ ഓർത്ത് ജീവിക്കാനും അവനിൽ നിന്നും മാറിപ്പോകാതിരിക്കാനും സമയം ഇനിയും വിശ്വാസികൾക്കായില്ലേ. ഒമാ നസല മിനൽ ഹഖ്, സത്യം അള്ളാഹു അവതരിപ്പിച്ചത് എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ നന്നാക്കി തീർക്കാൻ സമയമായില്ലേ എന്ന് അള്ളാഹു വിശ്വാസികളോട് ചോദിക്കുക. വലാ യകൂനു, അവനാകാതിരിക്കാനും കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, നിങ്ങളുടെ മുമ്പ് ഗ്രന്ഥം കിട്ടിയ പിഴച്ചുപോയ അള്ളാഹുവിൻ്റെ ശാപത്തിനർഹരായ ഗ്രന്ഥം കിട്ടിയ ആളുകളെ പോലെ ആകാതിരിക്കാനും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഇനിയെങ്കിലും സമയമായില്ലേ. ഫതാല അലൈഹിമുൽ അമദ്, ഗ്രന്ഥം അവർക്ക് കിട്ടിയതിന് ശേഷം കാലങ്ങൾ കുറേ നീങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫഖസത് ഖുലൂബുഹും, ഗ്രന്ഥത്തിൽ നിന്നും അവരെല്ലാം തെന്നിമാറി. അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരോട് എന്ത് നിയമമാണോ ഓതിക്കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്, ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്, അതായി അവരുടെ നിയമം. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരോട് പറയപ്പെട്ടതെല്ലാം അവർ കൈയൊഴിഞ്ഞു. ഗ്രന്ഥത്തെ മനസ്സിലാക്കാനും അതിനെ പഠിക്കാനും അവരാരും തയ്യാറല്ല. അങ്ങനെ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ ബഹുഭൂരിഭാഗവും മഹാഭൂരിഭാഗവും തെമ്മാടികളാണ്, ഫാസിക്കുകളാണ്, അധർമ്മികളാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. വിശ്വാസികളെ, നിങ്ങൾക്ക് അങ്ങനെയാകാതിരിക്കാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ, അവതരിപ്പിച്ച സത്യത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും സമയമായില്ലേ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തഹഫ്ഫദു മിനൽ അർദി, നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചോളണം കേട്ടോ. ഭൂമി ഭയങ്കര പ്രശ്നക്കാരനാണ്. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമിരിൻ അലൈഹ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറ, നിങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് ഭൂമിയിൽ വച്ച് ചെയ്താലും ഇതെല്ലാം നിങ്ങളോട് ഭൂമി തിരിച്ച് സംസാരിക്കുന്ന ഒരു രംഗം വരാതിരിക്കില്ല. അതാണ് വഖാലൽ ഇൻസാനു മാലഹ എന്ന് അള്ളാഹു വേറെ സ്ഥലത്ത് ചോദിച്ചത്. ഭൂമിക്ക് എന്ത് പറ്റി എന്ന് നാം ചോദിക്കും. ഭൂമിയിൽ വച്ച് നാം ചെയ്ത നന്മകളാകട്ടെ തിന്മകളാകട്ടെ എല്ലാം ഭൂമി എടുത്ത് വിളിച്ചു പറയും. വശാഹിദിൻ വമശുഹൂദ്, ഭൂമി നമുക്കെതിരിലായി സാക്ഷി നിൽക്കും. എന്നിൽ വച്ച് ഇന്ന ഡേറ്റിന് ഇന്ന രീതിയിലെല്ലാം നീ ചെയ്തു എന്ന് ഭൂമി പറയും. നമ്മുടെ ചെവികളും നമ്മുടെ കൈകാലുകളും നമുക്കെതിരിലായി സാക്ഷി നിൽക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇതൊക്കെ നമുക്കെതിരിലായി കൊണ്ട് വരുന്ന ഒരു ദിവസം ഉണ്ട്. ആ ദിവസത്തെ സൂക്ഷിച്ചു വേണം, ആ ദിവസത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ. അള്ളാഹു കബൂലാക്കട്ടെ. റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖ, മനുഷ്യരെ, നിങ്ങൾ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ 360ഓളം സന്ധികളിൽ ഓരോ സന്ധികൾക്കും നിങ്ങൾ സദഖ ചെയ്തേ പറ്റൂ, സദഖ ചെയ്യണം. വകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വഅംറു ബിൽ മഅറൂഫി സദഖ വനഹീന അനിൽ മുൻകരി സദഖ. നിങ്ങൾ പറയുന്ന സുബ്ഹാനല്ലാഹും നിങ്ങൾ പറയുന്ന അൽഹംദുലില്ലയും നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബറും നിങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും, നിങ്ങൾ ഒരാളോട് തിന്മയിൽ നീ സഹകരിക്കരുത്, ആവശ്യമില്ലാതെ നീ ഷെയർ ചെയ്യരുത് എന്ന് പറയുന്ന ആ നന്മയും
നീ ഇന്ന നന്മകൾ ചെയ്യണമെന്ന് പറയുന്ന ആ നന്മയും എല്ലാം സദക്കയുടെ കൂലികളാണ്. തുടർന്ന് നബി പറഞ്ഞു, വയുജ്സിഉ മിൻ ദാലിക റകഅതൈനി യർകഉഹുമാ മിനൽ ദുഹ. ഇതിനെല്ലാത്തിനും പകരമായി 360ഓളം വരുന്ന സന്ധികൾക്ക് നിങ്ങൾ ചെയ്യേണ്ട സദക്കകളാണ് ഇവകളെല്ലാം. എങ്കിലും ഇവകളെല്ലാത്തിനും നിങ്ങൾക്ക് ഞാൻ ഒരു ക്യാപ്സൂൾ പോലെയുള്ള ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് ദുഹ നിസ്കാരമുണ്ടല്ലോ, അത് നിങ്ങളുടെ ഇതിനെല്ലാത്തിനും പകരമായി 360ഓളം കെണിപ്പുകൾക്ക് സന്ധികൾക്ക് നിങ്ങൾക്ക് സദക്ക ചെയ്തതിൻ്റെ കൂലി 2 റക്അത്ത് ദുഹയ്ക്ക് അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ ഉദിച്ച് സുബഹി കഴിഞ്ഞ് അതിൻ്റെ പിന്നീട് വരുന്ന അദ്കാറുകളും പ്രാർത്ഥനകളും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചൊരു ഏകദേശം 7 മുഴം ഉയർന്നതിന് ശേഷം നാം നിർവഹിക്കപ്പെടുന്ന ളുഹ അല്ലെങ്കിൽ ഔവാബി അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്ന ഇഷ്റാഖ്, ഇതെല്ലാം ഒറ്റ നിസ്കാരത്തിൻ്റെ പേരുകളാണ്. 2, 4, 6, 8 എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഈ നിസ്കാരം നമ്മുടെ 360ഓളം വരുന്ന സന്ധികൾക്കും അള്ളാഹുവിന് നാം തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ കൂലിയാണ് ഈ 2 റക്അത്തിന് 4 റക്അത്തിന് അള്ളാഹു നൽകുന്നതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷമാണെങ്കിലും നമ്മുടെ കലണ്ടർ അനുസരിച്ചുള്ള വർഷത്തിലാണെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ നമുക്ക് സുന്നത്തുകളിലേക്കും അങ്ങനെ നല്ലൊരു ഇസ്ലാമിക ജീവിതത്തിലേക്കും നമുക്ക് മാറാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പുണ്യങ്ങൾ വാരിക്കൂട്ടാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി നമ്മുടെ ജീവിതത്തെ മാറ്റാനും നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു